തൃശൂർ നഗരത്തെ കഴിഞ്ഞ ദിവസം രാത്രി മണിക്കൂറോളം പൂർണ്ണമായി നിശ്ചലമാക്കിയ കനത്ത നഴ്സിംഗ് സമരവും അതിനെ തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങളുമൊക്കെ അർദ്ധരാത്രിയോട് നടന്ന ചർച്ചകളുമൊക്കെ നാം കണ്ടതാണ്. ബിഗ് ടി വി ഒഴികെയുള്ള മുൻനിര മാധ്യമങ്ങളൊന്നും തന്നെ ഈ സമരത്തെക്കുറിച്ചോ അതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചോ വലിയ വാർത്തകളൊന്നും നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം തമസ്കരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. തൃശൂർ രൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെയുള്ളവർ സമരവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി നടത്തിയ പ്രസ്താവനകളിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുക. മാത്രമല്ല, ഇവരുടെ സഭയ്ക്ക് കീഴിലുള്ള മാനേജ്മെൻറ്റിൽ പ്രതിരോധത്തിലായത് എങ്ങനെയെന്ന് കൂടി നാം ഇവിടെ വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നടക്കുന്നത് കേവലം ഒരു ശമ്പള വർധനവിന് വേണ്ടിയുള്ള സമരം മാത്രമല്ല, മറിച്ച് ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് മേൽ സഭയുടെയും മാനേജ്മെൻറ്റിൻ്റെയും അധികാരം ഉപയോഗിച്ച് നടത്തുന്ന കടന്നുകയറ്റങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം കൂടിയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 100-ലധികം ദിവസങ്ങളായി തൃശ്ശൂരിലെ ചില മെഡിക്കൽ കോളേജുകളിൽ നഴ്സുമാർ മിനിമം ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് അതിശക്തമായ സമരത്തിലാണ്. കേരളത്തിലെ മറ്റു പല പ്രമുഖ സ്വകാര്യ ആശുപത്രികളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് UNAയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുകയും അവിടെയൊക്കെ മാനേജ്മെൻറ്റുകൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തതുമാണ്. അതിൻ്റെ ഫലമായി 6000 മുതൽ 10000 രൂപ വരെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ വർധനവ് വരുത്തി അവിടെയൊക്കെ സമരം സമാധാനമായി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലുവയിലെ ആശുപത്രിയൊക്കെ ഇതിന് മികച്ച ഉദാഹരണമാണ്. അതായത് ആലുവയിലെ രാജഗിരി ആശുപത്രിയൊക്കെ ഇതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. അവിടെയൊക്കെ മാനേജ്മെൻറ്റ് ജീവനക്കാരുടെ ആവശ്യങ്ങളെ മാനുഷിക പരിഗണനയോടെയാണ് കണ്ടത്. എന്നാൽ തൃശ്ശൂരിൽ മാത്രം ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൻ്റെ കടുത്ത നിലപാടുകളും അന്ധമായ ധാർഷ്ട്യവും കാരണം ചർച്ചകൾ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമരം ചെയ്യുന്നവരോട് ചർച്ച നടത്തുന്നത് തങ്ങളുടെ പദവിക്ക് നിരക്കാത്തതാണ് എന്ന തരത്തിലുള്ള ഒരു ഫ്യൂഡൽ മനോഭാവമാണ് ഇവിടെ പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് പറയാതിരിക്കാൻ കഴിയുകയുമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെ രൂപതാംഗങ്ങളുടെയും നഴ്സുമാരുടെയും അവരുടെ മാതാപിതാക്കളുടെയും കടുത്ത സമ്മർദ്ദവും അഭ്യർത്ഥനയും മാനിച്ചാണ് ആശുപത്രിയിൽ വെച്ച് ഒരു ചർച്ചയ്ക്ക് ബിഷപ്പ് ഒടുവിൽ തയ്യാറായത്. UNA പ്രതിനിധികളും 2 ആശുപത്രികളുടെയും മാനേജ്മെൻറ്റ് പ്രതിനിധികളും പങ്കെടുത്ത ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് പാവപ്പെട്ട സമരക്കാർക്കും നഴ്സുമാർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ചർച്ചയിൽ യാതൊരുവിധ അനുകൂല തീരുമാനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നഴ്സുമാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നമുക്ക് ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി മന്ത്രിയെ കണ്ട് മിനിമം വേജ് ഉയർത്തിക്കാട്ടാൻ പ്രഖ്യാപിക്കാം എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുന്നവരെ പരിഹസിക്കുകയാണ് അദ്ദേഹം അവിടെ ചെയ്തത്. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു വലിയ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകൾ തങ്ങളുടെ ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് എത്രത്തോളം ക്രൂരമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നതിനുള്ള തെളിവായിരുന്നു ആ ചർച്ച എന്ന് പറയുന്നത്. ഇവിടെ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ചില സാങ്കേതിക വശങ്ങളും നിയമപരമായ കാര്യങ്ങളും കൂടിയുണ്ട്. മിനിമം വേജുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ കരട് രേഖയിൽ മാനേജ്മെന്റും സംഘടനയും തങ്ങളുടെ വിയോജിപ്പുകൾ ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്മേലൊരു അന്തിമ ഉത്തരവ് വരാൻ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അതുവരെ താൽക്കാലിക ആശ്വാസമായ ഒരു ഇടക്കാല വർധനവ് വേണമെന്ന ആവശ്യം നഴ്സുമാർ മുൻപോട്ട് വെച്ചത്. കേരളത്തിലെ മറ്റു പ്രമുഖ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ഇത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടും സഭയ്ക്ക് കീഴിലുള്ള മാനേജ്മെന്റുകൾ മാത്രം അതിന് തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഇതിനേക്കാൾ വലിയൊരു ചൂഷണം ഇവിടെ നിലനിൽക്കുന്നത് 3 വർഷം കൂടുമ്പോൾ കരാർ പുതുക്കുന്ന കോൺട്രാക്ട് വ്യവസ്ഥയിലൂടെയാണ്. ഈ വ്യവസ്ഥ കാരണം ഒരു നഴ്സിനും ഇവിടെ കൃത്യമായി സീനിയോറിറ്റിയോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നുമില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയോ സമരങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്താൽ അവരുടെ കോൺട്രാക്റ്റ് പിന്നീട് പുതുക്കില്ല എന്ന പ്രതികാര നടപടിയും ഇവിടുത്തെ മാനേജ്മെൻറ്റുകൾ ആയുധമാക്കുന്നുണ്ട്. അതായത് അവർക്ക് പിന്നെ കോൺട്രാക്റ്റ് പുതുക്കി നൽകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ നടന്ന ചർച്ചയിൽ ഈ കോൺട്രാക്റ്റ് വ്യവസ്ഥയെക്കുറിച്ചോ അതിലെ അനീതിയെക്കുറിച്ചോ സംസാരിക്കാൻ പോലും ബിഷപ്പ് തയ്യാറായിട്ടില്ല. അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന തികച്ചും നിഷേധാത്മകമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഈ വഞ്ചനാപരമായ നിലപാട് ചർച്ചയ്ക്ക് ശേഷം പുറത്തെറിഞ്ഞതോടെയാണ് കടുത്ത നിരാശയിലായ നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഒന്നിച്ച് കിഴക്കേക്കോട്ടയിലെ ബിഷപ്പ് ഹൗസിലേക്ക് അപ്പോൾ തന്നെ മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 25-ാം തീയതി നടത്താനിരുന്ന ബിഷപ്പ് ഹൗസ് മാർച്ച് ഈ ചർച്ചയുടെ വാഗ്ദാനം നൽകിയാണ് മാനേജ്മെൻറ്റ് മാറ്റിവെച്ചത്. അതായത് ഈ ചർച്ചയിലൂടെ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞാണ് മാറ്റിവെപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ അതിസ്വാഭാവികമായി സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന സമരസമിതി അരമനയിലേക്ക് നീങ്ങുകയായിരുന്നു. എന്നാൽ പോലീസ് കനത്ത സന്നാഹത്തോടെ ടീയർ ഗ്യാസ് അടക്കമുള്ള അടിച്ചമർത്തൽ സംവിധാനങ്ങളുമായി ബിഷപ്പ് ഹൗസിന് 50 മീറ്റർ അകലെ വെച്ച് തന്നെ ഈ സമാധാനപരമായ മാർച്ച് തടയുകയായിരുന്നു. ഇതോടെ നഴ്സുമാർ ഒട്ടും പിന്മാറാതെ തൃശ്ശൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട ദേശീയപാതയിൽ കുത്തിയിരുന്ന് സമരവും ആരംഭിച്ചു. വൻകിട കോർപ്പറേറ്റുകളുടെയും സഭയുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഈ വാർത്ത നൽകാതിരുന്നിട്ടും സമരത്തിന്റെ തീവ്രത അതുപോലെ ജനപിന്തുണയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ സമരചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് സംഭവിക്കുന്നത്. തൃശ്ശൂർ രൂപതയിലെ അരമനക്കാരായ വിശ്വാസികൾ
യാഥാർത്ഥ്യം മനസ്സിലാക്കി നഴ്സുമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ടത്തോടെ അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. സ്വന്തം സ്വാധീനവും കൂലിപ്പടയും ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താം, അല്ലെങ്കിൽ വിശ്വാസികളെ ഉപയോഗിച്ച് സമരക്കാരെ പ്രതിരോധിക്കാമെന്ന മാനേജ്മെന്റിന്റെയും ചില സഭാ അധികാരികളുടെയും കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും അപ്പാടെ തകിടം മറിക്കുന്നതായിരുന്നു ഈ ജനപ്രവാഹം എന്നത്. സാധാരണക്കാരായ വിശ്വാസികൾ സഭയുടെ അനീതിക്കെതിരെ പാവപ്പെട്ട തൊഴിലാളിക്കൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് പിന്നീട് അവിടെ കാണാൻ കഴിഞ്ഞത്. ദേശീയപാത പൂർണ്ണമായി നിശ്ചലമായതോടെ ഭരണകൂടവും പോലീസും വലിയ പ്രതിസന്ധിയിലുമായി. കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തു. പലതവണ ചർച്ച നടത്തിയെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറപ്പ് ലഭിക്കാതെ പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു നഴ്സുമാരെല്ലാവരും. അതായത് നമ്മൾ മാലാഖമാരെന്ന് വിളിക്കുന്ന വേതനം പോലും കിട്ടാത്ത അവരെല്ലാവരും. ഭൂരിഭാഗം പേരും വിശ്വാസികളായതുകൊണ്ട് തന്നെ രാത്രി വൈകിയോടെ അവർ റോഡിലിരുന്ന് ഒരുമിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കനത്ത മഴ പെയ്തിട്ടും അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ആ ആവേശം ഒട്ടും ചോരാതെ അവർ സമരമുഖത്ത് തന്നെ ഉറച്ചു തന്നെ നിന്നു. തുടർന്ന് സ്ഥിതിഗതികൾ വഷളാകുന്നെന്ന് മനസ്സിലാക്കിയതോടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകളുണ്ടായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തൃശൂർ ജില്ലാ കളക്ടറെ ഫോണിൽ വിളിച്ച് ഉടനടി പ്രശ്നപരിഹാരത്തിന് ഉത്തരവ് വിട്ടു. തൊട്ടു പിന്നാലെ ആഭ്യന്തരമന്ത്രി കമ്മീഷണറെയും ബന്ധപ്പെട്ടു. തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഒ ജനീഷ് നേരിട്ട് വിഷയങ്ങളിൽ ഇടപെടുകയും തിരുവനന്തപുരത്ത് നിന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. പല ഇടനിലക്കാരും ഒത്തുതീർപ്പുമായ വസ്തുക്കളുമായൊക്കെ രംഗത്ത് വന്നെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ നേരിട്ട് വന്ന് ഉറപ്പ് നൽകണമെന്ന കാര്യത്തിൽ സമരക്കാർ നിർബന്ധം പിടിച്ചു തന്നെ നിന്നു. ഒടുവിൽ പുലർച്ചെ 3:30 തൃശൂർ ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തുകയും നഴ്സുമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. സർക്കാർ പൂർണ്ണമായും നിങ്ങൾക്കൊപ്പമാണെന്നും ഹെൽത്ത് മിനിസ്റ്ററും ലേബർ മിനിസ്റ്ററും വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ടെന്നും കളക്ടർ സമരക്കാരെ ബോധ്യപ്പെടുത്തി. അടുത്ത 2 ദിവസത്തിനകം തിരുവനന്തപുരത്ത് വെച്ച് ഇരു മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സംഘടനാ നേതാക്കളെയും മാനേജ്മെന്റിനെയും വിളിച്ച് അന്തിമ ചർച്ച നടത്തുമെന്നും നഴ്സുമാർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ ശക്തമായ നിർദ്ദേശം ആശുപത്രി മാനേജ്മെന്റുകൾക്ക് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ പരസ്യമായി ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അതിവൈകാരികമായ അന്തരീക്ഷത്തിൽ നഴ്സുമാർ തൽക്കാലത്തേക്ക് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായത്. എന്നാൽ ഈ സംഭവ വികാസങ്ങൾക്ക് തൊട്ടു പിന്നാലെ ആശുപത്രി ഡയറക്ടർ ഒരു വിശദീകരണ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ബിഷപ്പ് മുൻകൈയെടുത്താണ് ചർച്ച നടത്താൻ ശ്രമിച്ചതെന്നും ഈ സമരത്തിന് പിന്നിൽ ചില ഹിഡൻ അജണ്ടകളുണ്ടെന്നുമാണ് അവർ ആരോപിക്കുന്നത്. ലേബർ ഓഫീസിലെ ഇടപെടലുകളെയും സമരക്കാരുടെ മുൻകാല വീഡിയോകളെയും ചൂണ്ടിക്കാട്ടി സമരം തീരരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിന് പിന്നിലുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. എന്നാൽ UN നേതാക്കൾ ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ കത്തിന്റെ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചാൽ ഈ വാദങ്ങൾ പൂർണ്ണമായും പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. മന്ത്രിമാരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കാണാൻ നഴ്സുമാർ ബിഷപ്പിന്റെ സഹായമോ അനുമതിയോ ആവശ്യമൊന്നുമില്ല. ഇതിനകം തന്നെ അവർ പലതവണ ഭരണകൂടവുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിട്ടുള്ളതുമാണ്. സാധാരണ ജനങ്ങളെയും വിശ്വാസികളെയും കബളിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള പരാജയപ്പെട്ട ഒരു ശ്രമം മാത്രമാണ് മാനേജ്മെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സമരം ഇപ്പോൾ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് എത്തി നിൽക്കുന്നത്. രോഗികളുടെ ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആശുപത്രി പ്രവർത്തനം സ്തംഭിപ്പിക്കാതെ 1/3 നഴ്സുമാരെ എപ്പോഴും ജോലിക്ക് നിയോഗിച്ചുകൊണ്ടാണ് UN ഇതുവരെ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ മാനേജ്മെന്റ് ഇനിയും തങ്ങളുടെ പിടിവാശി തുടരുകയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയും ചെയ്താൽ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. അതിനായി മുൻകൂട്ടി നോട്ടീസ് നൽകി നിലവിലുള്ള രോഗികളെ ഡിസ്ചാർജ് ചെയ്യാനുള്ള അവസരമൊരുക്കി പുതിയ രോഗികളെ പ്രവേശിപ്പിക്കാതെ ശക്തമായ ഉപരോധത്തിലേക്ക് നീങ്ങാൻ അവർ നിർബന്ധരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പാവപ്പെട്ട നഴ്സുമാരുടെ ന്യായമായ ശമ്പള വർധനവും ജോലി സ്ഥിരതയും ഉറപ്പാകുന്നതുവരെ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതുവരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ എല്ലാ പിന്തുണയും പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലെന്നും UN അധികൃതർ തന്നെ പറയുന്നുമുണ്ട്. ഇതാണ് ഒരു മാലാഖ കൂട്ടത്തിന് സംഭവിക്കുന്നത്. നാം ആലോചിക്കണം, ദൈവത്തിൻ്റെ മാലാഖമാരെന്ന് നമ്മൾ പറയുന്ന നഴ്സുമാരടക്കമുള്ളവർ ഇപ്പോഴിതാ അവരുടെ നിത്യവേതനത്തിനായുള്ള സമരത്തിലാണ്. അത് കണ്ടിട്ട് ഈ പറഞ്ഞ സഭാ നേതൃത്വം ഒരക്ഷരം മിണ്ടാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് അവരുടെ മാനേജ്മെൻറ്റ് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ്, അതായത് ആശുപത്രികളിൽ നിന്നാണ് പലർക്കും വേതനം പോലും കിട്ടാതിരിക്കുന്നത്. അതിനെതിരെയാണ് ഈ മാലാഖമാർ സമരത്തിനിറങ്ങുന്നത്. എന്നാൽ അത് കണ്ടിട്ടും കാണാതിരിക്കുകയാണ് ഈ പാതിരിമാരെല്ലാവരും.